എരഞ്ഞോളി സ്ഫോടനത്തിന് പിന്നിൽ പ്രൊഫഷണൽ കൊട്ടേഷൻ സംഘങ്ങളെന്ന് വടകര MP ഷാഫി പറമ്പിൽ. കേസിൽ പോലീസിന് സ്വതന്ത്രമായി അന്വേഷണം നടത്താൻ സാധിക്കണമെന്നും എങ്കിൽ മാത്രമേ ഇതിനൊരു അന്ത്യമുണ്ടാകൂവെന്നും MP പറഞ്ഞു. സ്ഫോടനം നടന്ന സ്ഥലവും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വേലായുധന്റെ വീടും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു MP. പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കണം, എങ്കിൽ മാത്രമേ ഇതിനൊരു അന്ത്യമുണ്ടാകൂ. പ്രൊഫഷണൽ കൊട്ടേഷൻ സംഘങ്ങൾ വളരുകയാണ്, അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കണമെന്നും MP പറഞ്ഞു. ഇതിങ്ങനെ കടന്നു പൊട്ടി ആളുകൾ നിരപരാധികൾ ഉൾപ്പെടെ മരിക്കുന്ന സാഹചര്യം നിരന്തരം ഉണ്ടാവുന്നതിന്റെ പിന്നിൽ ഇതിന്റെ നിർമ്മാതാക്കളെ, ഇത് നിർമ്മിക്കുന്നവരിലേക്ക് പോലീസും അന്വേഷണവും അറസ്റ്റും നടപടികളും എത്തുന്നില്ല. അവർ യഥേഷ്ടം നിർമ്മിക്കുക, അവർ പ്രൊഫഷണൽസായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രൊഫഷണൽ കൊട്ടേഷൻ സംഘങ്ങൾ പാർട്ടി സംരക്ഷണയിൽ വളർന്നു വരികയാണ്. അവർ ഈ കൊട്ടേഷൻ കൊടുക്കും, ചിലപ്പം വേറെ എടുക്കും അത്ര. എന്നിട്ട് അവർ തമ്മിലുള്ള തർക്കം രണ്ടിനെ ഒരറ്റത്ത് ഓൺ ചെയ്യുന്നത് പാർട്ടിയാണെന്നുള്ള തരത്തിലൊക്കെ ഇവിടെ ആൾക്കാർ പറയുന്നു. ഇനിയെങ്കിലും മുഖം നോക്കാതെ നടപടി എടുക്കുമെന്നുള്ളത് അസംബ്ലിയിലെ പഞ്ച് ഡയലോഗ് അല്ല, പ്രാവർത്തികമായി നടപ്പിലാക്കാൻ പോലീസിനെ അനുവദിക്കണം. പോലീസിന് എഫിഷ്യൻസി ഇല്ലാഞ്ഞിട്ടല്ല, പോലീസിന് കഴിവില്ലാഞ്ഞിട്ടല്ല, പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കാനുള്ള ഇച്ഛാശക്തി ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കുമില്ല, ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകുന്ന പാർട്ടിക്കുമില്ല. പോലീസ് ആക്ട് ചെയ്യട്ടെ. ആര് ചെയ്തതാണെങ്കിലും പോലീസിനെ അവരുടെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ എങ്കിൽ മാത്രമേ ഇതിനൊരു അന്ത്യം വരുവുള്ളൂ. ഇത് ഉണ്ടാക്കുന്ന സ്പെഷ്യലിസ്റ്റുകളെ, പ്രൊഫഷണൽസുകളെ, അവരിലേക്ക് അന്വേഷണം പോകണം. അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഈ പണി അവസാനിപ്പിക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച ബോംബുകളുടെ ബാക്കി പത്രമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിന് ഉടൻ പരിഹാരം കാണണം, അല്ലാത്ത പക്ഷം ഇനിയും ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നും സ്ഫോടനം നടന്ന സ്ഥലവും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വേലായുധന്റെ വീടും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു MP. തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ബോംബ് നിർമ്മിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ നിർമ്മാണത്തിനിടക്ക് ആള് പൊട്ടി മരിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ഈ നാട് മുഴുവൻ ചർച്ച ചെയ്യുകയും ഞങ്ങളത് ഇത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അന്ന് ഇതിൻ്റെ നേതൃത്വം ഒന്നടങ്കം പറഞ്ഞ് അത് ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല എന്നുള്ള നിലപാടാണ് CPM എടുത്തത്. പാർട്ടിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള നിലപാടാണ് എടുത്തത്. ഞങ്ങൾ പറയുന്നത് അത് ഉണ്ടാക്കുന്നവൻ മരിക്കുന്നു. ഇപ്പോൾ ഇതാ ഒരു തെറ്റും ചെയ്യാത്തൊരു പാവം വൃദ്ധൻ ഒരു സ്റ്റീൽ പാത്രം തുറന്നു നോക്കുന്നതിനിടയ്ക്ക് അത് പൊട്ടിയിട്ടൊരു നിരപരാധിയുടെ ജീവനും പോയിരിക്കുകയാണ്. ഇതൊക്കെ ഉണ്ടാക്കുന്നവർക്ക് എന്ത് നേട്ടമാണ് ഈ നാട്ടിൽ ഉണ്ടാകുന്നതെന്ന് അവരൊന്ന് ആലോചിക്കട്ടെ. ഇതുണ്ടാക്കി വെച്ചും അത് പ്രയോഗിച്ചും അതുകൊണ്ട് ആളുകളെ ഭീഷണിപ്പെടുത്തിയൊക്കെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെന്നുള്ള വല്ല ധാരണയുണ്ടെങ്കിൽ കാസർഗോഡും കണ്ണൂരും വടകരയും ഉൾപ്പെടെ കോഴിക്കോട് ഉൾപ്പെടെ കൃത്യമായ മറുപടി അതിന് നൽകിയിട്ടുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ് എന്നുള്ള തിരിച്ചറിവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ നിന്ന് ഇത് ഉണ്ടാക്കുന്നവർക്കുണ്ടാവണം. സജീവ് മാറോളി, MP അരവിന്ദാക്ഷൻ, M സാജു, സുശീൽ ചന്ദ്രോത്ത്, അബൂട്ടി ഹാജി, മറ്റ് നേതാക്കളും MP യോടൊപ്പം ഉണ്ടായിരുന്നു. ഫോർ ടൈംസ് ന്യൂസ്, തലശ്ശേരി.